ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാള് പറഞ്ഞ കള്ളക്കഥകൾ കേട്ട് അത് എന്റെ മുമ്പിൽ വന്ന് വിളമ്പരുത്. നിനക്കറിയില്ല സത്യം എന്താണെന്ന്. എന്റെ കൺമുന്നിലാ നമ്മുടെ അച്ഛൻ തൂങ്ങി നിന്നത്. ആ കാഴ്ച ഇന്നും എന്റെ കണ്ണിന് മുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന് കാരണക്കാരനായ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. അവരെ നശിപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. സ്വന്തം നിഴലിനോട് തന്നെയാ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ആരെയും അങ്ങനെ ചതിക്കുന്ന ആളൊന്നും അല്ല. എന്റെ അച്ഛനെ എനിക്കറിയാം. അച്ഛൻ എല്ലാവരും സഹായിച്ചിട്ടേ ഉള്ളൂ. നിനക്കൊക്കെ എന്തറിയാം? ഇന്ന് നീയൊക്കെ അനുഭവിക്കുന്നതും സ്വന്താക്കി വെച്ചിരിക്കുന്നതും എല്ലാം എനിക്ക് ഇവക്കും കൂടി അവകാശപ്പെട്ടതാ. എന്റെ അച്ഛൻ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നിന്റെ അച്ഛന് കൊടുത്ത പണം കൊണ്ടാ നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ ഇന്നത്തെ സേതുമാധവനായത്. എല്ലാം നേടിയപ്പോ എന്റെ അച്ഛനെ സേതുമാധവൻ ചതിച്ചു. ആ ചതിയിൽ മനന്നൊന്താ എന്റെ അച്ഛൻ മരിച്ചത്. നമ്മുടെ അച്ഛനെ ചതിച്ചു കൊന്നവരോട് പ്രതികാരം ചെയ്യേണ്ടത് നിന്റെ കൂടെ കടമയാ. വാ എന്റെ കൂടെ. കയ്യിന്ന് വിടാൻ ചേച്ചി. കണ്ടോ, ഇത് നമ്മുടെ അച്ഛന്റെ ചിതാഭസ്മ. ഈ മൺകുടത്തിനുള്ളിൽ നിന്ന് അച്ഛൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് കേൾക്കാം. നെല്ലിശ്ശേരിയിലെ സേതുമാധവനാണ് എന്നെ ചതിച്ചതെന്ന്. നീ കേൾക്കുന്നില്ല അച്ഛൻ പറയുന്നത്? നിങ്ങൾക്ക് ഭ്രാന്താ. അച്ഛന്റെ ചിതാഭസ്മം കർമ്മങ്ങൾ ചെയ്ത് പുഴയിൽ ഒഴുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മഹാപാപ. മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന നമ്മുടെ അച്ഛന്റെ ആത്മാവ് ശപിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അച്ഛനെ അല്ല, ചേച്ചിയെ തന്നെ. ഇനിയെങ്കിലും ഇത് കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്ത് ഒഴുക്കി കളയൂ. ചേച്ചിക്ക് വയ്യെങ്കിൽ ഞാനത് ചെയ്യാം. അച്ഛന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കേണ്ടത് എന്റെയും കൂടി കടമയാ. ഞാൻ ഇത് കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കാം. ആ കലശത്തിൽ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. നെല്ലിശ്ശേരിയുടെ തകർച്ച പൂർണ്ണമാവാതെ ഈ ചിതാഭസ്മം ഞാൻ ഒരു പുഴയിലും ഒഴുക്കില്ല. നിങ്ങളുടെ മാനസിക നില തെറ്റിയിരിക്കുക. നിങ്ങളൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം, ചികിത്സിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്തായി പോവും. അനഘ പറഞ്ഞത് ശരി. അച്ഛനായാലും അമ്മയായാലും മരിച്ച കർമ്മങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ അപകടമായിട്ട് തീരും. എന്റെ അച്ഛൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. അച്ഛന്റെ വാക്ക് കേട്ടാ ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നീയൊക്കെ ഇപ്പോഴും ഓർത്തോ, അവന്തിക തോറ്റു എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട.